അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമുഖമില്ലാതെ ആദ്യമായി നമ്മുടെ വിക്കായയുടെ പ്രഖ്യാപനം നിർവഹിക്കുകയാണ്. വിക്കായ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ജിദ്ദയിൽ ഒരു സേവന സജ്ജരായ വ്യൂഹം നമ്മുടെ സംഘടനയുടെ കീഴിൽ വളരെ വ്യക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനു പുറമെ ഇപ്പോൾ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് 25,000 വോളണ്ടിയർമാരെ കേരളത്തിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി, ആതുര സേവന പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതിന്റെ ഭാഗമായി പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സൗദി അറേബ്യയുടെ കേന്ദ്രമായ ജിദ്ദയിൽ വിക്കായയുടെ പ്രഖ്യാപനം നിർവഹിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് അതിനെക്കുറിച്ച് 5 മേഖലകളാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നിങ്ങൾക്കറിയാം. ഒന്ന്, ആതുര സേവനം, അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകളെ, അതുപോലെ ദുരിതപൂർണമായ മേഖലയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കൽ 2, സാധാരണ രോഗികളെയും അതുപോലെ തന്നെ അപകടപ്പെടുന്നവർ 2 മേഖല. അതോടൊപ്പം തന്നെ ലഹരിക്കടിപ്പെട്ട നമ്മുടെ സമൂഹത്തെ പുനരുദ്ധരിപ്പിക്കുക, പുനരധിവസിപ്പിക്കുക, അവരെ ഡി അഡിക്ഷൻ സെന്ററുകൾ, അതുപോലെ തന്നെ ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഒരു സാംക്രമിക രോഗം പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് സർക്കാർ തലത്തിൽ ഒരുപാട് സഹായങ്ങൾ ലഭ്യമാകാനുണ്ട്. ആ സഹായങ്ങൾ ലഭ്യമാകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. അതോടൊപ്പം തന്നെ മഹല്ല് തല സേവന പ്രവർത്തനങ്ങൾ, മഹല്ലിൽ ആവശ്യമായ സേവന പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന നമ്മുടെ വിക്കായ വോളണ്ടിയർമാരുടെ പ്രഖ്യാപനമാണ് നിർവഹിക്കപ്പെടുന്നത്. അതിന് തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് വിക്കായ വോളണ്ടിയർമാർ മാത്രം, ബാക്കിയുള്ളവർ കഥ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആതുര സേവനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനും സമൂഹത്തിന് സർക്കാരിൽ നിന്ന് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും മഹല്ലു തല സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നു. നിഷ്കളങ്കമായ സേവന പ്രവർത്തനം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇത് ഈ മഹത്തായ സേവക സംഘത്തെ നമ്മുടെ സേവനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സമർപ്പണ വേളയിൽ സമർപ്പണം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇവിടുത്തെ വിക്കായ വോളണ്ടിയർമാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട സേവന മേഖലയ്ക്ക് പുറമെ 6ാമത്തെ ഒന്നുകൂടി, അതാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾക്കുമൊക്കെ, പ്രത്യേകിച്ച് ദുർബല ജനവിഭാഗങ്ങൾ, കൂടുതൽ യാത്രാ പരിചയമില്ലാത്ത ഒട്ടനവധി ആളുകൾ ഹജ്ജിന് വരുന്നത്, ആ ആളുകൾക്ക് വേണ്ട സഹായ പ്രഖ്യാപനം നിർവഹിക്കുക, സഹായ പ്രവർത്തനങ്ങൾ നടത്തി കൊടുക്കുക, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മുൻകാലത്ത് അത് ചെയ്തു വരുന്ന ഒട്ടേറെ സേവകർ ഇവിടെ ഉണ്ട്. ആ മേഖലയിൽ ഒന്നുകൂടി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ അവർക്ക് വേണ്ട എല്ലാ സഹായവും സഹകരണവും ചെയ്യുകയും ഈ മേഖലയിലേക്ക് ഇനിയും നമ്മുടെ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിക്കായ വോളണ്ടിയർമാരുടെ പ്രഖ്യാപനം പ്രവാസ ലോകത്ത് ആദ്യത്തേതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ? പ്രവാസ ലോകത്ത് ഇങ്ങനൊരു പ്രഖ്യാപനം വേറെ മറ്റു GCCയിൽ എവിടെയും നടന്നതായി അറിവില്ല. അതിനുശേഷം ഏതായാലും പ്രധാനമായ ഒരു പ്രഖ്യാപന പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിഷ്കാമകർമ്മികളായ പ്രവർത്തകർക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിവിടെ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ സമയമില്ല, കാരണം 12 മണിക്ക് ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. അതുവരെയുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുകയും ഒരു കൂട്ടുപ്രാർത്ഥന നടത്തി നമുക്ക് പിരിയുകയും നേരത്തെ താരിമി സൂചിപ്പിച്ച ആ വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുക എന്നതാണ് എന്റെ കടമ. അദ്ദേഹം സൂചിപ്പിച്ച ആ വിഷയം നിങ്ങൾക്കൊക്കെ അറിയാം. ആ വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ആമുഖമായി തന്നെ ഞാൻ പറയട്ടെ, വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഒരു ഹിഫ്ള് കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് പുതുമ തോന്നുകയില്ലെങ്കിലും അവര് മുന്നോട്ട് വെച്ച ഈ ഹിഫ്ള് കോളേജ്, അവര് മുന്നോട്ട് വെച്ച എന്ന് ഞാൻ പറയുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പണ്ഡിതന്മാരായ ഇവിടെയുള്ള ആലമ്പാടി ദാരിമി അടക്കമുള്ള നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമി അടക്കം ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നതും ഈ പ്രോജക്ട് തയ്യാറാക്കിയതും നിങ്ങൾക്ക് സുപരിചിതനും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുമായ ബഹുമാനപ്പെട്ട TS ദാരിമിയാണ്. അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിച്ചാൽ അറിയാം, അദ്ദേഹമാണ് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ പണ്ഡിതന്മാർ അടങ്ങുന്ന ഒരു സമിതി
ഒരു 15 സെന്റ് സ്ഥലം വിലക്കെടുത്ത് ഒരു സ്ഥാപനത്തിന്റെ ചാരത്ത് ഒരു പള്ളി നിർമ്മിച്ച് ആ പള്ളിയിൽ ഖുർആൻ ഹിഫ്ളാക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ആന്തരിക വശങ്ങളും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനം. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ഹാഫിദുകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ആ ഹാഫിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിഫ്ളുണ്ട്, പക്ഷേ ആ ഖുർആൻ ആയത്തിനൊന്ന് വ്യാഖ്യാനിക്കുവാനോ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനോ എന്തിനധികം ഒരു അമലിന്റെ സിഹത്ത് ബുത്ലാനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പോലും ആ സാധുക്കൾക്ക് കഴിവില്ല. കാരണം അവർ പഠിച്ചിട്ടില്ല, അവർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ ഖുർആൻ ഓതി അതൊരു ജോലിയാക്കി അതിലൂടെ ശമ്പളം വാങ്ങി ജീവിക്കാനുള്ള ഒരു പ്രൊഫഷണൽ ഖുർആൻ പഠനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇത് അങ്ങനെയല്ല. ദഅവത്തിന്റെ മേഖലയിലുള്ള ഒരു വിശുദ്ധ ഖുർആൻ പഠനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ അവർ ഉദ്ദേശിക്കുന്ന അതിപ്രധാനമായ മറ്റൊരു കാര്യം, ഇവരെ വെച്ചുകൊണ്ട് ഇസ്ലാമിക ദഅവ പ്രവർത്തനം നിർവഹിക്കുക, ദീനിയായ ദഅവ പ്രവർത്തനം നിർവഹിക്കുക. അതിനവർക്ക് ബൗദ്ധികമായ പഠനവും കൂടി നൽകി കൃത്യമായ ഒരു സിലബസ് വെച്ചുകൊണ്ട് തന്നെ ഖുർആൻ പഠനവും ഹിഫ്ളും അതുപോലെ തന്നെ ഭൗതിക വിദ്യയും. നേരെ സൂചിപ്പിച്ചതുപോലെ പുല്ലാര ശുഹദാ മെമ്മോറിയൽ ഇസ്ലാമിക് സെന്റർ എന്നൊരു സ്ഥാപനം അവിടെയുണ്ട്. ആ സ്ഥാപനത്തിന്റെ ചാരത്താണ് ഇതിനു വേണ്ടി സ്ഥലമെടുത്തത്. എന്തോ ഒരു ബർക്കത്ത്. വന്ന ഉടനെ ദമാമ് കഴിഞ്ഞ് ഖമീസിലെത്തിയപ്പോഴേക്കും അതിന്റെ പണം എല്ലാവരും ഏറ്റെടുത്ത് നല്ലൊരു ഭാഗം നേരത്തെ തരികയും ഒരു മാസത്തിനകം ബാക്കി തന്നു തീർക്കത്തക്ക വിധം ആരെയും നിർബന്ധിക്കാതെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് വരികയും ചെയ്യും. ഇനി അവിടെ ഒരു പള്ളിയാണ് നിർമ്മിക്കേണ്ടത്. ആ പള്ളിയിലാണ് ഈ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നത്. ആ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്ഥാപനത്തിന്റെ ചാരത്തായതുകൊണ്ട് സ്ഥാപനത്തിലെ കുട്ടികൾ നിസ്കരിക്കും. അവിടുത്തെ ആളുകൾക്ക് ഉപകാരപ്പെടും. അതിനു പുറമെ ഇൽമ് പഠിക്കുന്ന കുട്ടികൾ അതിലുണ്ട്. ആ കുട്ടികൾക്ക് തന്നെ ഖുർആൻ ഹിഫ്ളാക്കാനുള്ള സംവിധാനമുണ്ട്. അത്തരം ഒരു പള്ളിയിൽ ആ കുട്ടികൾ പഠിക്കുന്ന കാലത്തോളം അതിന്റെ ഒരു പ്രതിഫലം ഒരു ജാരിയായ സദഖയായി നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് അതിന്റെ ഫിനിഷിംഗ് വർക്ക് അടക്കം 700 റിയാൽ വെച്ചുകൊണ്ടാണ് സംഭാവന സ്വീകരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ജോലിയുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. ഒരാളുടെ നിസ്കാര സ്ഥലം ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ 2 പേരുടേത് 3 പേരുടെ അങ്ങനെ പലതും ഉണ്ടാകാം. നമ്മുടെ കഴിവിനനുസരിച്ച് ഒരാളെയും നിർബന്ധിക്കുന്നില്ല. ആരോടും നിർബന്ധിച്ചുകൊണ്ടൊരു പിരിവ് ഇതുവരെ ഒരു സഹസ്രം വാങ്ങിയിട്ടുമില്ല. ഞാൻ തന്നെ ഇവിടെ വന്ന് പലതും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് വേണ്ടി ഒരിക്കൽ നിങ്ങളോട് സഹായം ചോദിച്ചു എന്നതിലുപരി മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഈ ഒരു വിഷയം നിങ്ങളെ മുമ്പിൽ വെക്കുന്നു. നേരത്തെ ദാരി പറഞ്ഞ് 75 ആൾക്ക് നിസ്കരിക്കാനുള്ള ഒരു പ്ലോട്ടിന്റെ സ്ഥലമെങ്കിലും അതിന്റെ സൗകര്യമെങ്കിലും പള്ളിയുടെ സ്ഥലമെങ്കിലും നമുക്ക് 75 പേർക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും ജിദ്ദയിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. സാധിക്കുമെങ്കിൽ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ അതിന് അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്ന 1-2 കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽഹംദുലില്ലാഹ് നമ്മളെ ഈ ഒന്നിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ മഹിതമായ പ്രസ്ഥാനത്തിന്റെ പിൻബലത്തിലാണ് ഈ സേവക സംഘത്തെ നമ്മൾ സമർപ്പിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൌത്യമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പമുള്ള സേവന പ്രവർത്തനങ്ങൾ. ഒരു മനുഷ്യനെ അള്ളാഹു ഏറ്റവും കൂടുതൽ തൃപ്തിയടഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അവന്റെ സേവന പ്രവർത്തനമാണ്. ഖൈറുന്നാസി അൻഫഉഹും എന്ന് പറയുന്നവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അൻഫഅ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. ഖൈറുന്നാസ് അൻഫഉഹും ലിന്നാസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വായത്തമാക്കേണ്ട പരിശുദ്ധ ഹദീസ്. ജനങ്ങൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഉപയോഗം എന്തുണ്ടോ അത് ചെയ്തു കൊടുക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ 5 പ്രതിസന്ധികൾക്ക് മധ്യയാണ് അൽ മുഅ്മിനു ബൈന ഖംസി സദാഇദ്. 5 പ്രതിസന്ധികൾ ഒരു മുഅ്മിനായ മനുഷ്യന് മുമ്പിൽ എപ്പോഴും ഉരുണ്ടുകൂടി നിൽക്കുന്നു. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് മനുഷ്യന്റെ മനസ്സുകളെ ശരിക്കും നോക്കിക്കണ്ട അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അൽ മുഅ്മിനു ബൈന ഖംസി സദാഇദ്. 5 പ്രതിസന്ധികൾക്ക് മധ്യയാണ് ഒരു മുഅ്മിനുണ്ട്. അതിൽ ഒന്നേതാ? ഒന്ന് മുഅ്മിന് തന്നെ മുഅ്മിനുൻ യഖ്സുദുഹു, നമ്മളോട് പക വെച്ച് പുലർത്തുന്ന, നമ്മളോട് ഹസദ് വെച്ച് പുലർത്തുന്ന മുഅ്മിനായ മനുഷ്യൻ നമ്മുടെ കൂടെ ജീവിക്കുന്നു. അവൻ നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമുക്കൊപ്പം നിന്നുകൊണ്ട് നമ്മളോട് പക പുലർത്തുന്നു. മുഅ്മിനായ മനുഷ്യൻ നമ്മളോട് ഹസദ് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകൾ പലപ്പോഴും നമ്മുടെ ശത്രുക്കളായി നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരേ സംഘടനയിലുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരേ സംഘടനയിലുള്ള ആളുകൾ, ഒരേ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, ഒരേ സംഘടനയിലും ഒരേ പ്രവർത്തനത്തിലുമുള്ള ആളുകൾ പരസ്പരം പാര വെച്ചും പോര് കാണിച്ചും മറ്റവൻ ഉയരാൻ പാടില്ല എന്നൊരു അസൂയ ഉണ്ടാവാറുണ്ടോ? പല ഗ്രൂപ്പുകൾ ഉണ്ടാവാറുണ്ടല്ലോ, തമ്മിലടിക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് ഗൾഫിൽ വരുമ്പോൾ ശരിക്കും അനുഭവിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഐക്യം പ്രദാനം ചെയ്യുമാറാവട്ടെ.
ഒരുമയോടെ നിൽക്കേണ്ട ആളുകൾ. എന്താണ് ഈ അസദിന്റെ ഒരു കാരണം? ഒരാൾക്കൊരു സ്ഥാനം ലഭ്യമാകുമ്പോൾ ആ സ്ഥാനത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അവനതിന് യോഗ്യനല്ലെന്ന് വരുത്തി തീർക്കാനുള്ള കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് അവനവന്റെ അമല് മുഴുവൻ ബാത്തിലാക്കുന്ന പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം കൊണ്ട് എത്ര ഗുണം കിട്ടും? എന്തൊക്കെ നിഅമത്ത് പടച്ചറപ്പ് നൽകും? പക്ഷെ നമ്മൾ തന്നെ പരസ്പരം അത് പറഞ്ഞിട്ട് കുറച്ചിട്ട് ഇല്ലാതാക്കുക. എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് തിന്മ ചെയ്തിട്ട് രണ്ടും കൂടി ബാലൻസ് ആക്കുക. സ്വർഗത്തേക്ക് പോയിക്കൂടാന്നുള്ളൊരു വാശിയുള്ളത് പോലെ അങ്ങനെ നമ്മുടെ ആളുകൾ പലപ്പോഴും ചെയ്യുന്നത് കാണാറുണ്ട്. നല്ല പ്രവർത്തനം നടത്തുന്ന പ്രദേശം, പക്ഷെ നല്ല പ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് ചില ആളുകൾ ഈ ഭിന്നിപ്പുണ്ടാക്കുക. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധി നമ്മളെ പഠിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങൾക്കുള്ള ഒന്നാമത്തെ ശത്രു മുഅ്മിനുൻ യഹ്സുദുഹു, പരസ്പരം പാരവെക്കുന്ന മുഅ്മിനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരേ ആശയക്കാര്, ഒരേ ചിന്തക്കാര്, ഒരേ സംഘടനക്കാര്, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മളെ ആളുകൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാ. പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യമാണ്. പടച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തേത് മുനാഫിഖുൻ തുബിഉഹു, രണ്ടാം ശത്രു മുനാഫിക്കാണ്. അവൻ നമ്മളെ കൂട്ടുന്ന, പക്ഷെ തനി മുനാഫിക്ക്. അവൻ മുനാഫിക്കാണ്, നമ്മുടെ സംഘത്തിന് എതിരായിരിക്കും, പക്ഷെ നമ്മളെ ആശയത്തിനെതിരാണ് അവൻ. അങ്ങനെയുള്ളവൻ പലപ്പോഴും നമ്മളോട് കോപം വെച്ച് പ്രവർത്തിക്കും. അവൻ നമ്മളെ പാരവെക്കും. നമ്മുടെ എതിരാളികൾ ഒരേ സംഘടന, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. സമത്ത എന്ന പേര് പറയും, സമത്ത എന്ന പേര് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കും. പക്ഷെ അവർക്ക് യഥാർത്ഥ സമത്ത എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അത്തരം ആളുകൾ എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ ഒരു സംഘത്തിന്റെ പേരിൽ തന്നെ വേറെ പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിന് സമത്വക്കാരെന്ന് അറിയപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ഒരു കാര്യം നമുക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, അൽഹംദുലില്ലാ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ 1989 ശേഷം 60-ാം വാർഷികം കഴിഞ്ഞതിന് ആദ്യം നടത്തുന്ന ഒരു വാർഷികമാണ് 70-ാം വാർഷികം. ആ 70-ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു. പിന്നെ വന്നതാണ് 85-ാം വാർഷികം, അതും നമ്മൾ ആഘോഷിച്ചു. പിന്നെ ഇതാ 90-ാം വാർഷികം വരുന്നു, അത് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു. പടച്ചറപ്പിന്റെ തൗഫീഖോടുകൂടി സമസ്ത എന്ന പേരിൽ ഒരു വാർഷികം പിരിഞ്ഞു പോയ ആൾക്കാർക്ക് ആഘോഷിക്കാൻ പടച്ചറപ്പ് അവസരം കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താ കാരണം? ആ പേരിൽ ഒരു വാർഷികം നടത്താൻ പടച്ചോൻ തൗഫീഖ് കൊടുത്തില്ല. അവരാലോചിച്ചിരുന്നു, പക്ഷെ അവർക്കത് പ്രഖ്യാപിക്കാൻ അവസരമുണ്ടായില്ല. പലപ്പോഴും അക്കാര്യത്തിൽ നമ്മളാണ് ഒരു പടി മുമ്പിൽ നിന്നിട്ടുള്ളത്. അതിന്റെ ഹക്കായ വശത്തിലൂടെ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പലപ്പോഴും നമ്മളെ ഈ രീതിയിൽ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് വകാഫിറുൻ യുഖാതിലുഹു, നമ്മുടെ പ്രത്യക്ഷ ശത്രു, നമ്മുടെ നേരെ പ്രത്യക്ഷ ശത്രു, നമ്മളെ നശിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ ലോകത്തൊരുപാടുണ്ട്. ലോകത്ത് ജൂതന്മാർ ഇപ്പൊ പലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമ്മൾ കാണുന്നു. പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ കൊന്നു കുഴിച്ചു മൂടുന്ന സമീപനം. ഏത് കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന പ്രവർത്തനം സ്വീകരിക്കുന്ന ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ ഉയർച്ചയെ നശിപ്പിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന പ്രവർത്തനം ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ലളിതമായി പറയേണ്ട കാര്യമുള്ളത്, രജീന്ദർ സച്ചാർ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഹൈ ലെവൽ കമ്മിറ്റിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പ്രത്യേകമായി ഭരണഘടനയുടെ വകുപ്പനുസരിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ചവർക്ക് പരിഹാര സമർപ്പണത്തിന് വേണ്ടി സർക്കാരിന്റെ ചെലവിൽ ഗവൺമെന്റ് നിയമിച്ച സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൃത്യമായ പഠനം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ചില ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചു. ആ ആവിഷ്കരിക്കപ്പെട്ട ക്ഷേമ പദ്ധതികൾ പിന്നീട് സമൂഹത്തിൽ ശരിക്ക് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഒരു ഭാഗം മാത്രമാണ് മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാം. മദ്രസകൾക്ക് പ്രത്യേകമായി കുട്ടികൾക്ക് ഗ്രാന്റ് കൊടുത്തുകൊണ്ട് അവർക്ക് ഭൗതിക വിദ്യ പഠിപ്പിക്കുന്ന സംവിധാനം. അതിന്റെ കോടിക്കണക്കിന് രൂപ ഇനി കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്ന, അത് മുടക്കുന്ന ഒരു സമീപനം എന്തുകൊണ്ടുണ്ടായി? നമ്മൾ നന്നായി കാണരുത് എന്ന ഒരു സമീപനമുള്ള ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. സത്യത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ആരുടെയും തറവാട്ട് സ്വത്തിൽ നിന്നല്ല വാങ്ങുന്നത്. ഇന്ത്യയുടെ പൊതുഖജനാവിൽ നിന്ന് ഇന്ത്യയിലെ ഒരു വലിയ ന്യൂനപക്ഷം അവർക്ക് അർഹതപ്പെട്ടത് ഒരു ജസ്റ്റിസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, മുഖ്യധാരയിലേക്ക് ഈ പ്രമുഖ ന്യൂനപക്ഷത്തെ കൊണ്ടുവരാൻ അനിവാര്യമാണ് എന്ന പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ച് ഒരു മദ്രസക്ക് വല്ല സഹായം കൊടുക്കുന്നുവെങ്കിൽ അതിലൊരു നോംസ് ഉണ്ട്. ആ നോംസ് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലെ ചട്ടക്കൂടിൽ വിശദീകരിച്ചതനുസരിച്ചുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടോ, അതനുസരിച്ചുകൊണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, അപേക്ഷയിൽ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഗ്രാന്റ് കൊടുക്കും. ആ ഗ്രാന്റ് കൊടുത്താൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ കൊടുത്ത ഗ്രാന്റ് യൂട്ടിലൈസ് ചെയ്തോ
അത് ശരിക്ക് വിനിയോഗിച്ചോ, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങും. എന്നിട്ട് ബോധ്യപ്പെട്ടിട്ട് അടുത്ത ഗ്രാന്റ് കൊടുക്കും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിൽ കൃത്യതയില്ലെങ്കിൽ പരിശോധിക്കാൻ വരും. ആ രീതിയിൽ എല്ലാ സംവിധാനങ്ങളുമുള്ള ഗവൺമെന്റിന്റെ ഒരു എയ്ഡ് ഈ തോതിൽ നിഷേധിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? നമുക്കുള്ള പ്രതിസന്ധിയിൽ ഒന്നാണത്. നമ്മുടെ പ്രത്യക്ഷ ശത്രു നമ്മളെ നശിപ്പിക്കുന്ന പ്രവർത്തനം. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഗോവധം നിരോധിച്ചു. 5 വർഷം തടവിലും അത് കയ്യിൽ വെച്ചാണ് മഹാരാഷ്ട്രയിൽ. സത്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്ര ചിത്രം പരിശോധിച്ചാലറിയാം, സവർണന്മാര് വരെ ഗോവിനെ ഭുജിക്കുന്നവരുണ്ട്. ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്. പശുവിനെ ഭുജിക്കുന്നവൻ ഭുജിക്കട്ടെ, പൂജിക്കുന്നവൻ പൂജിക്കട്ടെ, നമുക്കെന്താ? അതൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ ഒരാളും ഇടപെടാൻ പാടില്ല. ഭുജിക്കുന്നവന് ഭുജിക്കാം, പൂജിക്കുന്നവന് പൂജിക്കാം, അത്രയേ ഉള്ളൂ. പണ്ട് ബംഗാൾ സമരകാലത്ത് വിവേകാനന്ദ സ്വാമികളോട് വന്നിട്ട് ഗോക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിരിവ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ, ഗോവിനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ജീവിച്ച് മരിച്ചുപോയി. ഇന്ത്യയിൽ ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത ഒരു ഹൈന്ദവ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മനസ്സിനെ വികാരം കൊള്ളിക്കുന്ന പ്രവർത്തനം, ഗർവാപസി മറ്റൊരു ഭാഗത്ത്, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇസ്ലാമിനെ പാട് തെറ്റിദ്ധരിപ്പിക്കുക. ഒരാള് മലയാള പത്രത്തിൽ നീണ്ടൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ അവർ ഈ രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഉയർന്നു വന്ന മുസ്ലിങ്ങളെ കണ്ടുകൊണ്ട് അവർ എഴുതിയതെന്താ? ആ സാധുക്കളായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നുപോയത് പീഡിപ്പിച്ചിട്ടും നിർബന്ധിച്ചിട്ടുമാണെന്നാണ്. പീഡിപ്പിച്ചിട്ടും ബലപ്രയോഗത്തിലൂടെയും ഭീഷണി പ്രയോഗത്തിലൂടെയും ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെന്നാണ് എഴുതിയത്. എവിടെ ഉണ്ടാക്കി? ഒരു മുസ്ലിമിനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്നുണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ സമീപനമില്ലല്ലോ. ഒരാളും കലിമത്തു ഷഹാദ ഉച്ചരിക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ഉച്ചരിക്കാൻ ഞാൻ മുസ്ലിം ആകൂല. അതല്ല ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തത്വസംഹിത. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആരോടും പറഞ്ഞുകൂടെ നമുക്ക്? ഒരു മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് അയാൾ കടന്നു വന്നത് പാരമ്പര്യമല്ല, അയാൾ അമുസ്ലിമായിട്ടാണ് വരുന്നതെങ്കിൽ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ കലിമ ചൊല്ലണം. കലിമ ചൊല്ലിയാ പോരാ, അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് ചൊല്ലണം. അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിക്കണം. അല്ലാതെ ഒരു മനുഷ്യനെ മുസ്ലിം ആവൂല. പീഡിപ്പിച്ചാലും ഒരുത്തരും മുസ്ലിം ആവൂല. ഞാൻ ചോദിക്കട്ടെ, 700-ൽ പരം കൊല്ലം ഇന്ത്യ ഭരിച്ചില്ല മുസ്ലിമീങ്ങൾ? ഈ പറയുന്ന ഉത്തരേന്ത്യ 700-ൽ പരം കൊല്ലം ഇന്ത്യ മുസ്ലിങ്ങൾ ഭരിച്ചിട്ട് ആ പ്രദേശത്ത് എന്തേ അമുസ്ലിങ്ങൾ ഉണ്ടായി? അവിടെ എന്തേ അമുസ്ലിങ്ങൾ ഉണ്ടായി? ഒരു മനുഷ്യനെ പോലും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മാറ്റിയിട്ടില്ലല്ലോ. ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കണം നിങ്ങൾ. ഹാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് ഇന്ത്യയിൽ വരുമ്പോ ആ മഹാനുഭാവൻ ഇസ്ലാമിലേക്ക് അണച്ചടിച്ചത് എങ്ങനെയാ? അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ. അന്നാസാഗർ നദിക്കരയിൽ വന്ന് ക്യാമ്പ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചപ്പോ ഒരു തുള്ളി വെള്ളം നദിയിൽ നിന്ന് എടുത്തു പോകരുതെന്ന് പറഞ്ഞു. ഞാനൊരു കോപ്പ വെള്ളം എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എടുക്കാൻ അനുമതി കൊടുത്തു. ഒരു കോപ്പയിൽ വെള്ളം കൊണ്ട് കോരിക്കൊണ്ടുവന്നു. ആ കോപ്പയിൽ കോരിയതോടുകൂടി നദി ഭാഗം വറ്റി. ഒരു നദിയിലെ വെള്ളം മുഴുവൻ കോപ്പയിൽ ആവാഹിച്ചെടുത്തു മഹാനവർകൾ. പൃഥ്വിരാജ് ചൗഹാൻ അത്ഭുതപ്പെട്ടു പോയി മാപ്പ് പറഞ്ഞിട്ട് അത് തിരിച്ചതിൽ ഒഴിപ്പിച്ചു. അപ്പോഴാണ് വെള്ളം വന്നത്. ഓർക്കണം, ആ മനുഷ്യന്റെ കറാമത്ത് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയത്. അന്ന് രാജാവിന്റെ ഒട്ടകങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹവും സംഘവും ചെന്നപ്പോ ഒട്ടകത്തെ മേക്കുന്ന പരിവാരങ്ങൾ പറഞ്ഞു, ഇവിടെ കിടക്കാൻ പാടില്ല, ഒട്ടകം കിടക്കുന്ന സ്ഥലമാണ്, രാജാവിന്റെ ഒട്ടകമാണ്. ഉടനെ തന്നെ അദ്ദേഹം പറയുന്ന ഒട്ടകം അവിടെ കിടന്നോട്ടെ. അദ്ദേഹം വേറൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പോയി. പിറ്റേ ദിവസം രാവിലെ ഒട്ടകങ്ങൾ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ ഒട്ടകം എഴുന്നേൽക്കൂല. അടിച്ചാലും ദേഷ്യപ്പെട്ടാലും ഒട്ടകം എഴുന്നേൽക്കൂല. എന്ത് ചെയ്താലും ഒട്ടകം എഴുന്നേൽക്കൂല. രാജാവിനോട് ചെന്ന് പരാതിപ്പെട്ടു. ആരെങ്കിലും അവിടെ വന്നിരുന്നോ? ഇങ്ങനൊരു സിദ്ധം വന്നിരുന്നു. അയാളെന്താ പറഞ്ഞത്? ഇങ്ങനെയാണ്. എന്നാ പിന്നെ അയാളോട് പോയി മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞു ചെന്നിട്ട് അപ്പൊ ബഹുമാനപ്പെട്ട ഹാജ പറഞ്ഞു, എന്നാ പിന്നെ ഒട്ടകം എഴുന്നേറ്റ് പോയിക്കോട്ടെ. അങ്ങനെയാണ് ആ ഒട്ടകം എഴുന്നേറ്റത് എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പ്രബല ചരിത്രകാരന്മാർ മുഴുവൻ രേഖപ്പെടുത്തുന്നു. ആളുകൾ ഈ അത്ഭുത സിദ്ധി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു. അദ്ദേഹത്തിന്റെ പർണശാലയിൽ വന്നുകൊണ്ട് ഒരുപാട് ആളുകൾ വിശ്വസിച്ചു. വാളുകൊണ്ടല്ലത്, ആയുധം കൊണ്ടല്ലത്, ആൾബലം കൊണ്ടല്ലത്, ആ മഹാനുഭാവന്റെ പ്രവർത്തനം ബോധ്യപ്പെട്ടതുകൊണ്ട് വിശ്വസിച്ചു. അങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രബോധകർ ഇന്ത്യയിൽ വന്നത്. സൂഫിയാക്കളാണ് ഇന്ത്യയിൽ ഇസ്ലാം പ്രബോധനം ചെയ്തത്. ഇന്ത്യ മഹാരാജ്യത്ത് കടന്നു വന്ന സൂഫിയാക്കൾ, ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി തങ്ങൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഇന്ത്യ കണ്ട പ്രോജ്വലരും പ്രഗത്ഭരുമായ വലിയ വലിയ പണ്ഡിതന്മാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടന്നത്. ആരെയും നിർബന്ധിച്ചോ ആരെയും പീഡിപ്പിച്ചോ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നൊരു ചരിത്രമില്ല. ആഗോളതലത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കി ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ചരിത്രം. ഇസ്ലാമിന്റെ ആ ഒരു സൗകുമാര്യത കണ്ടുകൊണ്ടല്ലേ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. ഇസ്ലാം ലോകത്തിന് കൊടുക്കുന്ന നീതി, ആ നീതി ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഇസ്ലാമിന്റെ നീതി ജനങ്ങൾ അംഗീകരിക്കും. എത്രത്തോളം? മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങൾക്ക് പോലും നീതി കൊടുക്കുന്ന ഒരു സംവിധാനം. ഒറ്റ സംഭവം ഞാൻ പറയട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ആരാ മഹാനവർകൾ? ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഉമർ തങ്ങളുടെ പിൻഗാമിയായി ചരിത്രത്തിൽ രണ്ടാം ഉമർ ഥാനി എന്നറിയപ്പെട്ട മഹാനവർകൾ. ആ മഹാനവർകൾ ഭരണം നടത്തുമ്പോ ആദ്യമായി ഭരണഭാരം ഏറ്റെടുത്തതിന്റെ ശേഷം അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്താ? എവിടെയെങ്കിലും ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു.
ജനങ്ങളുടെ പീഡന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പരാതിപ്പെടണമെന്ന് പറഞ്ഞു. പരാതിപ്പെട്ടവർക്ക് മുഴുവൻ അദ്ദേഹം നീതി കൊടുത്തു. രണ്ടാം സ്റ്റെപ്പ് അദ്ദേഹം ചെയ്ത പ്രവർത്തനം ജീവജാലങ്ങൾ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടോന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വിവരം കിട്ടിയത്. ഈജിപ്തിന്റെ മണ്ണിൽ ഒട്ടകത്തിന്റെ പുറത്ത് അമിത ഭാരം കയറ്റിവെച്ച് ആ ഒട്ടകത്തെ പീഡിപ്പിച്ചുകൊണ്ട് പണിയെടുപ്പിക്കുന്നു. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് 1000 റാത്തലിനേക്കാൾ കൂടുതൽ ഭാരം. വിവരം അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം ആദ്യമായി ഒരു ഗവൺമെന്റ് ഓർഡർ തയ്യാറാക്കി. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും അത്തരം ഒരു ഓർഡർ ഉണ്ടോ? നമ്മുടെ ക്ലാസ് റൂമിലൂടെ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടാകുമല്ലോ, ചിന്തകന്മാരുണ്ടാകുമല്ലോ. നിങ്ങൾ ലോകത്തെ ലൈബ്രറികൾ മുഴുവൻ പരിധി നോക്ക്. ലോകത്തിന്റെ ചരിത്രങ്ങളും ഉത്ഥാന പതനങ്ങളും പഠിക്കും. നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഒരു ചരിത്രകാരനോ ഒരു ബുദ്ധിജീവിയോ ഒരു ജീവജാലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിനെ പീഡനത്തിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാൽ കൊണ്ടുവന്ന ഇസ്ലാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഈജിപ്തിലെ ഗവർണർക്ക് ഉടനെ തന്നെ ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശത്തിൽ രാജകൽപ്പന പോലെ അദ്ദേഹം മുദ്ര വെച്ചെഴുതി, ബലഅനി, എനിക്ക് വിവരം ലഭ്യമായിട്ടുണ്ട്, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്നഹു യുഹ്മലു അലൽ ബഈരി അൽഫു ലിത്ലിൻ, 1000 റാത്തൽ ഭാരം വെച്ച് കെട്ടിക്കൊണ്ട് ഒട്ടകത്തെ കൊണ്ടുപോകുന്നുവെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരൊട്ടകത്തിന്റെ പുറത്ത് 1000 റാത്തൽ ഭാരം, ഒരൊട്ടകത്തിന്റെ പുറത്ത് 1000 റാത്തൽ ഭാരം വെച്ച് കെട്ടിപ്പോകുന്നു എന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് ഫഇദാ അതാക കിതാബി ഹാദാ, എന്റെ ഈ എഴുത്ത്, എന്റെ ഈ കുറിമാനം നിന്റെ മുമ്പിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫലാ അഅരിഫന്ന, ഞാൻ അറിഞ്ഞു പോകാൻ പാടില്ല, ഞാൻ കേട്ടുപോകാൻ പാടില്ല, എന്റെ ചെവിയിൽ അറിഞ്ഞു പോകാൻ പാടില്ല. അന്നഹു യുഹ്മലു അലൽ ബഈരി അക്തറു മിൻ 600 രിത്ലിൻ, 600 റാത്തൽ ഭാരത്തെക്കാൾ ഒരൊട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടിക്കൊണ്ടുപോയി എന്ന വിവരം ഞാൻ അറിഞ്ഞു പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകപ്പുറത്ത് എത്ര ഭാരം വെക്കണമെന്ന് കണിശവും കൃത്യമായി നിയമം പ്രഖ്യാപിച്ച ഒരൊറ്റ മതമേ ലോകത്തുള്ളൂ. അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ദീൻ. ഇന്ത്യ മഹാരാജ്യത്ത് പോലും വലിയ പ്രകൃതി സ്നേഹികളൊക്കെ ഉണ്ടല്ലോ. മേധാ പട്കറില്ലേ, മേനകാ ഗാന്ധിയിലെ മൃഗങ്ങൾക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു. അവരാരെങ്കിലും പറഞ്ഞു ഒരൊട്ടകത്തിന്റെ പുറത്ത് ഇത്രേ ഭാരം വെക്കാൻ പറ്റുള്ളൂ? ഇല്ലല്ലോ, ആരും പറഞ്ഞില്ല. നേരെ മറിച്ചോ അവരൊക്കെ പറഞ്ഞതെന്താ? ഈ രാജ്യത്തെ മൃഗങ്ങളെ സംരക്ഷിക്കണം. മാനദണ്ഡം എന്താ? മാനദണ്ഡമൊന്നുമില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു 1000 റാത്തൽ ഭാരം പോയിട്ട് 800 റാത്തലിന് അപ്പുറം വെച്ചു പോകാൻ പാടില്ല. അത് വെച്ചാൽ ഞാൻ അറിഞ്ഞാൽ ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാജകൽപ്പന പുറപ്പെടുവിക്കും പോലെ അമീറുൽ മുഅ്മിനീന്റെ ഉത്തരവ് പുറപ്പെടുവിച്ച ആ ഒരു സംസ്കാരം അത് എവിടുന്ന് കിട്ടിയതാ? ഇസ്ലാമിന്റെ ജീവകാരുണ്യ പ്രവർത്തനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഇസ്ലാമിന്റെ ലോകത്തെ ഭീകരമാക്കിയതാരാ? ആരുമല്ല, കാഫിറുൻ യുഖാതിലുഹു, നമ്മളോട് സംഘടന നടത്താൻ തയ്യാറായിക്കൊണ്ട് കൊലവിളി വിളിച്ചു നിൽക്കുന്ന ആളുകൾ അവരാണ്. അവരോട് നമ്മൾ പ്രബോധനം നടത്തണം. മറ്റൊന്ന് വശൈത്വാനുൻ യുദില്ലുഹു, 4, നമ്മളെ പഴപ്പിക്കുന്ന പിശാച് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ തമ്മിൽ തല്ലിക്കുന്നുണ്ട്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവാ, എപ്പോഴും പിശാച് ശത്രുവാണ്. ഇണങ്ങി നിൽക്കുന്നവനെ പിണക്കും, ഇണങ്ങി നിൽക്കുന്നവനെ പിണക്കും, തമ്മിലടിക്കും. മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കല പിശാചിന്റെ ഏറ്റവും വലിയ വിദ്യ. ഞങ്ങൾ കേട്ടില്ലേ ഹദീസിൽ? പിശാച് നേരം വെളുക്കുമ്പോ തന്റെ സൈന്യത്തെ എല്ലായിടത്തും പറഞ്ഞേച്ചിട്ട് അവസാനം എല്ലാവരും വിളിച്ചുവിട്ടും. കോൺട്രാക്ടർമാരൊക്കെ പണിക്കാരെ കൊണ്ട് ഓരോ സ്ഥലത്ത് വിട്ടിട്ട് അവസാനം കണക്ക് തീർക്കാൻ വിളിക്കണമായി. അങ്ങനെ എല്ലാവരും വന്നിട്ട് പറയും, ഞാൻ ഇന്നാളെ ഇന്ന ചെയ്തു, ഇന്നാളിനാള് വ്യഭിചരിച്ചു, ഇന്നാള് കള്ളുടിച്ചു എന്നൊക്കെ പറയും. ഒക്കെ ഇബിലീസ് കേൾക്കും, തന്ത ഇബിലീസ് കേൾക്കും, കുട്ടി ഇബിലീസ് ഇങ്ങനെ പറയുമ്പോ ഒക്കെ റെഡി. അതിന് പ്രത്യേകതയൊന്നുമില്ല. ഒരാൾ കള്ളുടിച്ചു, ഒരാളെ ഞാൻ വ്യഭിചരിപ്പിച്ചു, അങ്ങനെ ചെയ്തു എന്ന് പറയും. ഇതൊക്കെ പറയുമ്പോ ഇബിലീസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അവസാനത്ത് സംഭവിക്കും, ഒരു കുട്ടി വന്നിട്ട് ഇബിലീസിന്റെ ഒരു കുട്ടി വന്നിട്ട് പറയും, ഒരു പണിക്കാരൻ വന്നിട്ട് പറയും, ഞാൻ ഇണങ്ങി നിന്നിരുന്ന 2 ആളെ തമ്മിൽ തെറ്റിച്ചു. അപ്പൊ ഇബിലീസ് ഓനെ അടുത്ത വിളിക്കും. ഓനെ വിളിച്ചിട്ട് പറയും, ഇയാടെ ആൺകുട്ടി, നീ ചെയ്തതാണ് നിഅമ അന്ത, ഇയാണ് ആൺകുട്ടി. അപ്പൊ എന്താ കാര്യം? ആളെ തമ്മിൽ തെറ്റിക്കുന്ന ഏർപ്പാട് ചെയ്തവനാണ് ഏറ്റവും മുഖ്യൻ എന്ന് ഇബ്ലീസ് വരെ തീരുമാനിച്ചു. തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക. നമുക്ക് ഏറ്റവും സുഖമുള്ള പണി അതാണ്. നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഭിന്നിപ്പുണ്ടാക്കുന്ന സമീപനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ പണിയാ. അങ്ങനത്തെ ഇബ്ലീസ് നമ്മളെ പഠിപ്പിക്കാൻ നമ്മളെ കൂടെ ഉണ്ട്. അവസാനം വനഫ്സുൻ തുനാസിഉഹു, നമ്മളോട് മത്സരിക്കുന്ന നമ്മുടെ ശരീരം. ഈ 5 ശത്രുക്കളൊന്ന് ഓർത്ത് നോക്ക് നിങ്ങള്. നമ്മളോട് സംവദിക്കുന്ന, നമ്മളെ എപ്പോഴും തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ശരീരം. രാവിലെ ഇപ്പൊ പോയിട്ട് സുബഹിക്ക് നിസ്കരിക്കാൻ 12 മണി വരെ പ്രസംഗം കേട്ടതാ. ഇനിയിപ്പോ എങ്ങനെയാ ഞാൻ നിസ്കരിക്കുക? അതിന് പുതച്ചു മൂടി കിടക്കന്നെ, തടി നീക്കണില്ല. മനസ്സിൽ നിസ്കരിക്കണം എന്നുണ്ടായാലും ശരീരം സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ശരീരം ശത്രുവാണ്, പിശാച് ശത്രുവാണ്, കാഫിർ ശത്രുവാണ്, മുനാഫിഖ് ശത്രുവാണ്, ഹസദുള്ള മുഅ്മിൻ ശത്രുവാണ്. ഈ 5 ശത്രുക്കൾക്ക് മധ്യേ ഈമാനെ ശരിക്കും മുറുകെ പിടിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അതിനെന്താ വേണ്ടത്? അതിന് നമ്മുടെ കൽബ് ശുദ്ധീകരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം. ശുദ്ധമായൊരു മനസ്സ് പടച്ചറപ്പ് നമുക്ക് തന്നായാലും അപ്പുറം ഒന്നുമില്ല. അല്ലാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് പടച്ചറപ്പ് തെളിമ പ്രദാനം ചെയ്യുമാറാവട്ടെ. മനസ്സ് നന്നാവല മനുഷ്യന് ഏറ്റവും വലിയ പ്രധാനം. ഒറ്റ സംഭവം ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ മസ്ജിദിൽ അതാ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ ദീർഘിപ്പിക്കില്ല. 12 മണിയോടുകൂടി നമ്മുടെ സകല പ്രവർത്തനം അവസാനിപ്പിക്കും. പേടിക്കേണ്ട നിങ്ങള്. ഒന്ന് ഇരുന്ന് കൂട്ടായി ദുആ ചെയ്യാൻ നിങ്ങളെ സാന്നിധ്യം ഇവിടെ ഉണ്ടായാൽ മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ജോലിയില്ലാത്ത ആളുകളുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, ഉപ്പ മരിച്ചവരുണ്ട്, ഉമ്മ മരിച്ചവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഒരുമിച്ച് നമ്മൾ ദുആ ചെയ്യുമ്പോ അതിന്റെ പ്രതിഫലം നമുക്കും നമ്മുടെ ഖബറാളികൾക്കും എത്തിച്ചു കൊടുക്കാൻ നല്ല ഒരു മജ്‌ലിസാ ലഭ്യമായിരിക്കുന്നത്. ഈ വിഷയം കൂടി ഞാൻ പറയട്ടെ. നോക്ക്, നിങ്ങൾ നമ്മളെ കൽബ് നന്നാക്കേണ്ട ആവശ്യം. അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുമ്പിലേക്ക് അതാ സ്വഹാബത്ത് വന്നുകൊണ്ട് സദസ്സിലിരുന്നു കൊണ്ട് ധാരാളമായി പാഠഭാഗങ്ങൾ വായിക്കപ്പെടുകയാണ്. നബിതങ്ങളുടെ ഉപദേശം അവർ വളരെ വ്യക്തമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴതാ നബിതങ്ങൾ ക്ലാസിന്റെ മധ്യ പറയുന്നു, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഒരു മനുഷ്യൻ സ്വർഗാവകാശിയാണ്, അയാൾ ഇപ്പൊ കടന്നു വരും നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് ശ്രദ്ധിക്കണേ. സ്വർഗാവകാശിയായ മനുഷ്യൻ ഇപ്പൊ വാതിൽക്കൽ കൂടെ കടന്നു വരും. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ നോക്കുന്നു. ആരാണത്? വഅല്ലകും അലൈഹി ബിശിമാലിഹി. ഒരു അടയാളം പറഞ്ഞു കൊടുത്തു. അവന്റെ ഇടത്തെ കയ്യിൽ അവന്റെ 2 ചെരുപ്പും തൂക്കി പിടിച്ച ഒരു സാധു മനുഷ്യൻ വരും. അവൻ സ്വർഗത്തിലാണ്. ആളുകളെ നോക്കുമ്പോ ഒരു സ്വഹാബിന് കടന്നു വന്നു അതേ രൂപത്തിൽ. ആ സ്വഹാബി കടന്നു വന്നപ്പോ സ്വഹാബത്തൊക്കെ നോക്കി, പഠിച്ചോനെ ഇയാൾ സ്വർഗത്തിലോ? അൽഹംദുലില്ലാഹ്. അയാൾ ആ സദസ്സിൽ വന്നിരുന്നു. നബി തങ്ങൾ ഒന്നും അയാളോട് മുണ്ടിയില്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആ ക്ലാസ് അങ്ങനെ തുറന്നു, സംഗതി മുന്നോട്ട് പോയി. ആ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. 2-ാം ദിവസവും ക്ലാസ് വന്നു. 2-ാം ദിവസവും ക്ലാസ് വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇന്നലെ പറഞ്ഞ അതേ ഹദീസ് പിന്നെ പറഞ്ഞു നബി തങ്ങൾ, ഒരാള് വരും, ഇടത്തെ കയ്യിൽ ചെരുപ്പം പിടിച്ചോ, സ്വർഗത്തിലാ. വഹുവ മിൻ അഹ്ലിൽ ജന്ന ഖാല റസൂലുള്ളാഹി. ആ വാക്കാണ് പറഞ്ഞപ്പോ ഇവര് നോക്കി, ഇന്നലത്തെ അതേ ആൾ തന്നെയാണ് വൈകി പിന്നെ വരുന്നത്. അയാൾ സ്വർഗത്തിലായി 2 വട്ടം പറഞ്ഞു. 3 ദിവസം ഇത് ആവർത്തിച്ചു. 3-ാം ദിവസം ആവർത്തിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി ഇയാളെ നോക്കി, പഠിച്ചോനെ ഇയാൾ സ്വർഗത്ത് പോകാൻ മാത്രം എന്ത് ഇബാദത്ത് അയാൾ ചെയ്യണത്? 3 വട്ടാണ് നബി തങ്ങൾ ഇത് പറയണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവുകൊണ്ട് 1 വട്ടം പറഞ്ഞാൽ തന്നെ മതി. 3 വട്ടം നബി തങ്ങൾ പറഞ്ഞു ഇയാൾ സ്വർഗത്തിലാന്ന്. പടച്ച റബ്ബേ, ഇയാൾ എന്ത് പുണ്യപ്പെട്ട അമലാ ചെയ്തത്? ഇന്ന് അതൊന്ന് പഠിക്കണല്ലോ. ഇയാൾ ഇന്ന് പോകുമ്പോ ഞാൻ ഇയാളെ വീട്ടിലേക്ക് പോകും തീരുമാനിച്ചു. അയാളെ കണ്ടു. ക്ലാസ് കഴിഞ്ഞ് പിന്നെ കൈ പിടിച്ചിട്ട് സലാം പറഞ്ഞ സുഹൃത്തെ, ഞാൻ എന്റെ വീട്ടിൽ പോകാനൊരു പ്രയാസത്തില. വീട്ടുകാരോട് ഞാൻ നല്ല നിലയിലല്ല എന്ന് അദ്ദേഹം വെറുതെ ഒരു ഹലാലായ കാര്യം പറഞ്ഞു. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിലും അങ്ങനെ പറഞ്ഞു. അത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനാ. ആ പ്രശ്നമില്ല, എന്റെ വീട്ടിൽ വന്ന് അതിഥിയായി താമസിച്ചോ, എന്താ കുഴപ്പം? അതിഥികളെ സൽക്കരിക്കാൻ വലിയ താല്പര്യം. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ആ സ്വഹാബിന്റെ വീട്ടിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല പോയിട്ട് 2 ആളും കിടന്നു. 2 ആളും കിടക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല ഉറക്കം വരില്ല. കാരണം ഇയാൾ എന്ത് ഇബാദത്താ സ്വർഗത്ത് പോകാൻ ഈ ചെയ്യണത്? ഇയാൾ എപ്പോഴാണ് നിസ്കരിക്കുന്നത്? ഇയാൾ എപ്പോഴാണ് ഖുർആൻ ഓതുന്നത്? ഇയാൾ എന്ത് ദിക്റാ ചൊല്ലുന്നത്? പഠിക്കണല്ലോ. അങ്ങനെ ഉറക്കൊടിച്ച് ഇയാളെ നിരീക്ഷിച്ചു. ഒന്നിച്ചൊരു വീട്ടിലാണ് കിടക്കുന്നെങ്കിലും അദ്ദേഹം രാത്രി എഴുന്നേറ്റ് വല്ല ഇബാദത്തും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഒന്നുണ്ടാക്കാൻ പുറത്തു പോകുന്നുണ്ടോ? രാത്രി ഒന്നും നിസ്കരിക്കുന്നുണ്ടോ? കുറെ ശ്രദ്ധിച്ചു നോക്കി, ഒന്നുമില്ല. സാധാരണ തഹജ്ജുദും സാധാരണ ദിക്റും സാധാരണ റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കാറുള്ളത്? അതല്ലാത്ത വേറൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. അത്ഭുതപ്പെട്ടു. എന്നാ നാളെ നോക്കാം. ഇന്ന് വേറെ ദിവസമായതുകൊണ്ടൊക്കെ പിറ്റേന്ന് നോക്കി. അന്നും അങ്ങനെ തന്നെ. 3-ാമത്തെ ദിവസം നോക്കി. 3 ദിവസമുള്ള അതിഥി സൽക്കാരം. 4-ാമത്തെ ദിവസം ഇല്ലല്ലോ. 3 ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹം അയാളോട് ചെന്നിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ എന്റെ വീട്ടില് ആരോടും പിണങ്ങിയിട്ടില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പ്രയാസമില്ല. പക്ഷെ ഞാൻ വന്നത് ഇങ്ങനൊരു സംഭവമുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ 3 ദിവസവും അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വലാത്തൊക്കെ ചൊല്ലിക്കൂടാതെ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ നമ്മുടെ ഈ സംഗമത്തിനും ഈ മരുഭൂമിക്കും ഇടയ്ക്ക് പരലോകത്തേക്ക് വല്ലതും ഉണ്ടാക്കി വെക്കാൻ അതൊക്കെ തന്നെ പറ്റുള്ളൂ. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. കുറച്ചൊക്കെ മരിച്ചു പോകുന്ന ചിന്ത നമുക്ക് വേണമല്ലോ. കേവലം ദുനിയാവ് മാത്രം നമുക്ക് പോരല്ലോ. നമ്മളൊക്കെ അതിനു വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുന്നത്. വേറെ ഒരു ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടിയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരൻ പറഞ്ഞു, എന്ത് അമലാണ് നിങ്ങൾ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോകാൻ ഇത്രമാത്രം റസൂലുള്ളാഹി 3 വട്ടം പറയാൻ മാത്രം നിങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വീട്ടിൽ രഹസ്യമായി താമസിച്ചതാ. അല്ലാതെ നിങ്ങൾ എന്നെ താമസിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഞാൻ പ്രത്യേക അമലൊന്നും ചെയ്യുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചതിലൊപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബിയോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പോരാ, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് 3 വട്ടം എന്തോ അമൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ മുന്നിൽ ഞാൻ നിങ്ങൾ ചെയ്യുന്നത് പോലത്തെ അമലല്ലാത്ത മറ്റൊരു അമലും ചെയ്ത റിക്കാർഡില്ല. പക്ഷേ ഈ സമുദായത്തിൽ ഒരു മനുഷ്യനോട് എന്റെ മനസ്സിലൊരു പകയും വെറുപ്പില്ല, ഒരു പകയും വെറുപ്പും എനിക്കില്ല. എന്റെ മനസ്സ് ശുദ്ധ. ഒരാൾ നന്നാവണ എനിക്ക് യാതൊരു പ്രയാസമില്ല.
അങ്ങനത്തെ ഒരു മനസ്സ് എനിക്ക് പടച്ചിറപ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നന്നായത്. അതാണ് ആ ഒരു മനസ്സ് നമുക്കുണ്ട്. നിങ്ങൾ ഇങ്ങനെ മനസ്സൊന്ന് തപ്പി നോക്കി, ആന്തരികമായി തപ്പി. നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ പകയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. ഒറ്റ സംഭവം കൂടി ഞാൻ പറയട്ടെ, കൽബ് നന്നാക്കാൻ വേണ്ടിയാ. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തെരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത സംഭവം ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തൊരു മനുഷ്യന്റെ, ആ മനുഷ്യന്റെ പേര് മൽഊൻ. ഒരു 5 പൈസ സംഭാവന ഒന്നിനും കൊടുക്കൂല, മഹാപിഷ്കൻ. എന്ത് പറഞ്ഞാലും ശരി സംഭാവന കൊടുക്കൂല, നന്മ ചെയ്യൂല. ഒരു നന്മയും സംഭാവനയും ചെയ്യാത്തൊരു മനുഷ്യന്റെ, ആ മനുഷ്യന്റെ അടുത്തേക്ക് യുദ്ധം ആവശ്യത്തിന് വേണ്ടി യുദ്ധം മുതൽ ശേഖരിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അയാൾ യുദ്ധത്തിന് പോകുമ്പോ അയാൾക്ക് യുദ്ധത്തിന് കുറച്ച് സാധന സാമഗ്രിയൊക്കെ വേണല്ലോ. ഒരു ഓസിയൻ അയാൾ ഒരു യുദ്ധത്തിനൊരു പടയാളിയെ തയ്യാറാക്കുന്ന വളരെ പ്രധാന. അയാൾ എല്ലാവരോടും സഹായം ചോദിച്ചപ്പോ ഇയാളെ വീട്ടിൽ പോയി ചോദിച്ചു. അയാൾ ഒരു നല്ല അത്യാവശ്യം മോശമില്ലാത്തൊരു പഴയ വാളെടുത്തു കൊടുത്തു. അതെടുത്തു കൊടുത്ത രംഗം താരീഖ് പറയുന്നുണ്ട്. ആദ്യം അയാളെ മടക്കി വിട്ടു. പിന്നെ ഇയാൾക്ക് തോന്നി ശരിയല്ലല്ലോ, മടക്കി വിളിച്ചിട്ട് ഈ ആയുധം എടുത്തു കൊടുത്തു. ഇയാൾ നേരെ നബിതങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇയാൾ എനിക്ക് ഇങ്ങനെ തന്നല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെ നബിതങ്ങൾ ഇത് കേട്ടപ്പോ സന്തോഷത്തോടു കൂടി അയാളെന്ന് അഭിനന്ദിക്കാൻ പോവാണ്. അഭിനന്ദിക്കാൻ പോകുമ്പോ നബിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു മനുഷ്യണ്ട്, 70 കൊല്ലം ഇബാദത്തെടുത്ത ഒരു ആത്മീയതയിൽ മുഴുകി നിൽക്കുന്ന, എപ്പോഴും ഇബാദത്ത് 70 കൊല്ലം, ശ്രദ്ധിക്കണേ, 70 കൊല്ലം ഇബാദത്തെടുത്ത ഒരു മനുഷ്യൻ. അയാൾ നബിന്റെ കൂടെ ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. നബിതങ്ങൾ എങ്ങോട്ട് പോലും ഈസാ നബിന്റെ കൂടെ ഉണ്ടാവും. അയാൾ പറഞ്ഞു, എന്തിനാ ഇപ്പൊ വെറുതെ ഓന്റെ വീട്ടിൽ ഓരോ വാള് കൊടുത്തതിനൊക്കെ പോകേണ്ട ആവശ്യം എന്താ? ഒരു നല്ല കാര്യം ഇതുവരെ ചെയ്തില്ല, ആദ്യമായിട്ട് ചെയ്യല്ലേ, പോകാനായിട്ടില്ല നബി. നമ്മളങ്ങനെയല്ല പറയാ, ആയിട്ടില്ല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇതുവരെ ഒരു ഗുണവും ചെയ്യാത്ത മനുഷ്യൻ ഒരു ചെറിയ ഗുണമെങ്കിലും ചെയ്തില്ലേ, നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ, പോണെന്നാണ്. പോയി ഇയാൾ മനമില്ല മനസ്സോടെ നബിന്റെ കൂടെ പോയി. പോണയൊക്കെ ഇഷ്ടമില്ല, കാരണം മറ്റോ അങ്ങനെ നന്നായി ശരിയാവില്ല എന്നാണ് അഭിപ്രായം. നന്നാനായിട്ടില്ല എന്നാ, ഇയാൾ നന്നായിക്കണം, മറ്റോ നന്നായിട്ടില്ല എന്ന് മൂപ്പര മനസ്സ് ചെന്നിങ്ങനെ ചെന്ന ആ മനുഷ്യന്റെ വീട്ടിൽ എത്താൻ സമയത്ത് അയാൾ കണ്ടു നബിയും ഈ നല്ല ഇബാദത്തെടുക്കുന്ന നല്ല മനുഷ്യനും ഇങ്ങനെ വരിക. ഇത് കണ്ടപ്പോ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് കൈ പിടിച്ച് അവരെ സ്വീകരിച്ചു. അപ്പൊ ആ വരവ് ഒരു ബഹുമാനാണ്, ഒരു ആദരവ. അങ്ങനെ വരാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വന്നു. അങ്ങനെ അദ്ദേഹം ഇറങ്ങി വന്ന് ഇവരെ സൽക്കരിച്ചപ്പോഴോ ഇറങ്ങി വന്ന് സൽക്കരിച്ചപ്പോ പടച്ചറപ്പ് വഹി കൊടുത്തു. ആ മൽഊൻ എന്ന് ജനങ്ങൾ വിളിക്കുന്ന, ഇതുവരെ ഒരു നന്മ ചെയ്യാത്ത മനുഷ്യൻ നിങ്ങൾ കുറ്റം പറയും, അയാൾക്ക് ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു. കാരണം ആ മനുഷ്യൻ നിങ്ങളെ ബഹുമാനിച്ചും ചെയ്തു, മാത്രമല്ല അദ്ദേഹം ഒരു സംഭാവന ചെയ്തില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് ഇഷ്ടപ്പെടാൻ അത്രയേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അയാൾ വഹുവ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലായിരിക്കുന്നു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൂടെയുള്ള ഈ മനുഷ്യനോട് പറഞ്ഞു, ഇനി ഓനെ കുറ്റം പറയണ്ട കേട്ടോ, കാരണം വഹുവ റഫീഖുക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഓനും ഉണ്ടാവുന്നു. അപ്പൊ ഈ 70 കൊല്ലം ഇബാദത്ത മനുഷ്യന്റെ മനസ്സൊന്ന് ഇടങ്ങറായി. കാരണം എന്താ, മൂപ്പര് 70 കൊല്ലം സുജൂദ് ചെയ്ത് ഇബാദത്ത് സ്വർഗത്ത് പോകാൻ നിൽക്കുക, മറ്റൊരു പൊട്ട വാള് കൊടുത്ത് പിന്നാലെ കൂടെ, അതിപ്പോ ശരിയാവൂല്ലോ. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. 70 കൊല്ലം ഇബാദത്ത് സ്വർഗത്ത് പോകാൻ ഇയാൾ നിൽക്കുമ്പോൾ മറ്റേ ആൾ ഒരു പൊട്ട വാള് തൽക്കാലം കൊടുത്തിട്ട് സ്വർഗത്ത് കൊപ്പം കൂടാന്നാൽ ഇയാൾക്കാണ് ദേഷ്യം പിടിച്ചു. മൂപ്പര് ദേഷ്യം പിടിച്ചാണ്ട് ഈസാ നബിയോട് പറഞ്ഞു, ഇന്നിലാ ഉരീദ് മഴകുൽ ജന്ന, ഓന്റെ കൂടെ എനിക്ക് സ്വർഗത്തേക്ക് പോണ്ടാർ. ഒറ്റ വാക്ക, മനസ്സിന്റെ കുഴപ്പമാണ്, മനസ്സിലാക്കണം. മൂപ്പർക്ക് സ്വർഗം വേണ്ടിയിട്ടില്ല, ഓൻ ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ടാർ. അതാണ് പറഞ്ഞതോടുകൂടി അല്ലാഹു നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ശരിക്കണ്ട ആ ഗൗരവത്തെ മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉടനെ തന്നെ വഹി കൊടുത്ത ഈസാ നബിക്ക്, നബിയെ നിങ്ങളെ കൂടെ 70 കൊല്ലം ഇബാദത്തെടുത്ത മനുഷ്യനെ ഞാൻ നരകത്തിൽ പോകേണ്ട ആ മനുഷ്യനെ ഇവന്റെ സ്ഥാനത്ത് സ്വർഗത്തിലേക്കും ആക്കിയിരിക്കുന്നു. കാരണം ഇന്നഹു ലം യർദാ ബി ഖളായി, എന്റെ വിധിയെ അവൻ തൃപ്തിപ്പെട്ടില്ലല്ലോ. ഞാനൊരു വിധി വിധിച്ചാൽ തൃപ്തി, ഞാനൊരാൾക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അത് വേണ്ട നേരം വനാരാ? അള്ളാന്റെ വിധിക്കെതിരെ ചിന്തിക്കാൻ നമ്മളാരാ? പടച്ചോ നമുക്ക് എന്തെങ്കിലും വിധിച്ചാൽ കൈ നീട്ടി വാങ്ങല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്ത് രോഗം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ക്ഷമിക്കുക, ആ ക്ഷമക്ക് പ്രതിഫലം തരും. അങ്ങനത്തെ ഒരു മനസ്സുണ്ടായാൽ മതി, പടച്ചോ ബുദ്ധിമുട്ടാക്കൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ യാതൊരു പ്രയാസത്തിനും പ്രതിസന്ധിയിലും പെടുത്താതിരിക്കുമാറാവട്ടെ. അങ്ങനത്തെ ഒരു മനസ്സല്ലേ നമുക്ക് വേണ്ടത്. ഞാനത് പറഞ്ഞാൽ നീണ്ടുപോകും, 12 മണിയായി. ഞാൻ ഈ വിഷയത്തിലേക്ക് തിരിച്ചുവിടാം. ദാരിമി പറഞ്ഞ വിഷയം, നിങ്ങളൊരു 10 മിനിറ്റ് ഇരിക്കണേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും ബുദ്ധിമുട്ടി ഒന്നും ചെയ്യണ്ട. അല്ലാഹ് നിങ്ങൾക്ക് തന്ന നിഅമത്തിൽ നിന്ന് ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ 4-5 കാര്യം പറയാം. ഒന്ന്, ഒരു പള്ളിയാണ് നിർമ്മിക്കുന്നത്. ഒരു പള്ളി, കേവലം ഒരു പള്ളി, വെറും ഒരു പള്ളിയാണെങ്കിലും ആ പള്ളിയിൽ മുഅ്മിനീങ്ങൾ സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ നമ്മളെ വക ഒരു ചെറിയ സഹായം ഉണ്ടായാൽ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് അറിയാലോ. അല്ലാഹ് ഭൂമിയിലേക്ക് ആദ്യം ആദം നബി തങ്ങൾ ഇറക്കിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കാനാ പറഞ്ഞത്. അതാണ് മക്കത്തെ പള്ളി. മാലിക് ദീനാറും സംഘവും ആദ്യം വന്നിട്ട് കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയത്. നബി തങ്ങൾ മദീനത്ത് പോയിട്ട് ആദ്യം പള്ളി ഉണ്ടാക്കിയത്. ഇസ്ലാമിന്റെ ചര്യത ഒരു പള്ളി. അതിന്റെ പ്രത്യേകത ഞാൻ പറയണ്ട. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്നല്ല. 2, അതിനേക്കാൾ പ്രധാനം ആ പള്ളിയിൽ വിശുദ്ധ ഖുർആന പഠിപ്പിക്കണം. അതോടൊപ്പം ആ കുട്ടികൾക്ക് പാണ്ഡിത്യം ഉണ്ടാക്കാൻ ശർഈയായ ഇൽമ പഠിപ്പിക്കണം. ആ കുട്ടി എവിടെ പോയി ദ്വാരക്കുമ്പോഴും വരിമൻ ആനനാലി തഅല്ലിമ വതഅലീം പഠിപ്പിച്ചാൽ തന്നെ കൂലിയാണ് നമുക്ക്. ആ കുട്ടി ദ്വാരന്നാൽ എന്റെ കൂടി പുറമെ നാട്ടുകാർ നിസ്കരിക്കും, ആ സ്ഥാപനത്തിൽ ആൾക്കാർ നിസ്കരിക്കും.
ഈ രീതിയിലൊരു പ്രബോധന വൃന്ദം രംഗത്ത് വരുന്ന ഈ സംരംഭത്തിൽ സ്ഥലമായി പള്ളിയുടെ ഒട്ടുമുക്കാൽ പൈസയുമായി വളരെ കുറച്ചേ ഇനി വേണ്ടു. അതാണൊരു 75 പേർക്ക് നിസ്കരിക്കാന്നുള്ളത് പറഞ്ഞത്. ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന നിഅമത്തിൽ നിന്ന് ബുദ്ധിമുട്ടി ഒരാളും തരണ്ട, ഒരു മാസത്തിനകം കൊടുക്കാൻ കഴിയുന്ന വിധം അള്ളാഹു അനുഗ്രഹം ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. ഒരാൾക്ക് നിസ്കരിക്കാൻ വേണ്ടത് 700 റിയാലാണ്. അതിന്റെ എല്ലാ ഫിനിഷും കേവല നിസ്കാരമല്ല, ദഅവത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനത്തിലെ കുട്ടികൾക്ക് നമസ്കരിക്കുവാനും ആ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാനും ശർഈയ ഇൽമു പഠിക്കാനും അതിനൊക്കെ പുറമെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. സാധാരണ കമ്മിറ്റിക്കാർ നടത്തുന്ന സ്ഥാപനമല്ല. സാധാരണ ഒരു കമ്മിറ്റിക്കാർ നടത്തുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ കമ്മിറ്റിയിൽ പല ആൾക്കാരും നമ്മുടെ നാടന്മാരായ ആൾക്കാർ. ഇതങ്ങനല്ല, ഇവര് കുറച്ച് പണ്ഡിതന്മാർ ഇത് ഏറ്റെടുത്തതാണ്. ഞാൻ റിയാദ് KMCCയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏതാനും വരാൻ നിൽക്കുമ്പോ ഈ കൂട്ടത്തിൽ ഇതിന്റെ സഹായം നൽകണം എന്ന് അവരെ നിർബന്ധിക്കുകയും തങ്ങൾ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനം നമ്മളൊക്കെ അംഗങ്ങളായ സ്ഥാപനം, അതുപോലെ TH ദാരിമി അടക്കം TH ദാരിമിയായിരുന്നു വരേണ്ടിയിരുന്നത്. വിസിറ്റ് വീസ് അടിക്കാൻ അദ്ദേഹത്തിന്റെ ചില പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ നിർദ്ദേശിച്ചു. അതുപോലെ ഒരുപാട് ദാരിമിമാരും പ്രഗത്ഭരായ ആളുകളും അവരാണ് ഇതിന്റെ തലപ്പത്തുള്ളത്. അവർ നടത്തുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ അൽഹംദുലില്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, ആ സഹായം അതിലേക്ക് വാഗ്ദാനം ചെയ്ത് ഒരു മാസത്തിനകം കൊടുത്തു തീർക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളടക്കമുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ശേഖരിച്ച് ആ സമിതിയെ ഏൽപ്പിക്കും. പടച്ചറബ് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആരും നിർബന്ധിച്ചും ഒരു വെറുപ്പോട് കൂടിയും പ്രയാസം ഇതുവരെ ഒരു സദസ്സിലും, പ്രത്യേകിച്ച് ഞാൻ ഭരിക്കുമ്പോൾ ഒരു നിർബന്ധം ചെലുത്തിക്കൊണ്ട് ആരോടുമാകില്ല. ഒറ്റ കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളി, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ മനുഷ്യർ എന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ ബാധ്യതകൾ വരും, രോഗം വരും, പ്രശ്നങ്ങൾ വരും. പടച്ചോന്റെ കാവൽ മാത്രമേ രക്ഷയുള്ളൂ. അള്ളാഹു മരണം വരെ ഈ നല്ല സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്നതിന്റെ ഹക്ക് കൊണ്ട് നമ്മളൊരാവശ്യത്തിന് വേണ്ടി ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടേണ്ട ഗതികേട് നമുക്ക് വരുത്താതിരിക്കുമാറാവട്ടെ. ആ ഒരു നിയ്യത്ത് ഈമാനോടെ മരിക്കാൻ ഈ ഖുർആനിക പഠന സ്ഥാപനത്തിന്റെ സഹായം നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ ഒരു നിയ്യത്തിൽ ദുനിയാവിലോ അല്ലാതെയും പരലോകത്തിൽ പോകുമ്പോൾ നമ്മൾ ഈമാനോട് കൂടി പോകാനും അള്ളാഹു സഹായിക്കണം എന്ന നിയ്യത്തോടു കൂടി ഇതിലേക്ക് വല്ലതും വാഗ്ദാനം ഇപ്പൊ കൊടുക്കുന്നവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാം, പെട്ടെന്ന് കാശ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിലേക്ക് സംഭാവന നൽകുന്ന ആളുകളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കി എല്ലാവർക്കും വേണ്ടി ദ്വാരന്ന് ബാക്കി അനുബന്ധ ഭക്ഷണം കഴിച്ച് നമുക്ക് പിരിയാം. ദീർഘിച്ച് സംസാരിക്കണം എന്റെ മനസ്സിലുണ്ടെങ്കിലും സമയമായില്ല. ഞാൻ ഇവിടെ ഹജ്ജിന് വരുന്ന സമയത്ത് വരാറുണ്ട്, ഒരു പിരിവില്ലാതെ നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രസംഗിച്ചു തരാറുണ്ട് സമയത്തിനനുസരിച്ച്. ഇപ്പൊ 12 മണി കട്ട് ഓഫ് ടൈം പറഞ്ഞുകൊണ്ട് 12 മണിക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 3 വിഭാഗത്തിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് കൊടുക്കാം.